ഇതിൽ നിന്ന് ഒഴിവാക്കി തരാം. അച്ഛൻ ഇതിൽ പ്രതിയല്ലെന്ന് വിക്ടിമിനും ഉറപ്പാണ്, വിക്ടിമിനും അറിയാം. ഇത് നിങ്ങളുടെ ഓപ്പോസിറ്റ് പാർട്ടിയുടെ കളിയാണ്. അച്ഛനെ ഇതിൽ നിന്നും ഒഴിവാക്കണമെങ്കിൽ 2 കോടി രൂപ തരണമെന്ന്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ആരെയാണ് വിളിക്കേണ്ടത്? ഞാൻ അവിടെ നിന്ന് അലറി കരയാണ് ചെയ്തത്. ആരെയാണ് സഹായത്തിന് വിളിക്കേണ്ടതെന്ന് പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഞാൻ ഹോട്ടൽ റൂമിൽ ഇരുന്ന് അലറി കരഞ്ഞു. അപ്പോൾ നമ്മുടെ 2 സുഹൃത്തുക്കൾ അവിടെ ഉണ്ട്. അവരെന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി അവരൊരു ജീപ്പിൽ വനിതാ പോലീസുമായിട്ട് പുറപ്പെട്ടിട്ടുണ്ട്, ചേച്ചീനെ എടുക്കാനാണോന്ന് അറിയില്ല. അവർ വന്ന് നേരെ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. നമ്മുടെ സുഹൃത്തുക്കൾ വന്ന് രാത്രി ഞാൻ ബാംഗ്ലൂർ കാറിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് ഹോട്ടലിൽ നിൽക്കാൻ എനിക്ക് പേടി, അവരെന്നെ കൊണ്ടുപോകുന്നു. ഞാൻ നേരെ അനിയത്തിനെ വിളിച്ചു പറഞ്ഞു, നമുക്കറിയില്ല പോലീസിൻ്റെ ഇതെന്താണ്, ഇവരെ തമ്മിലുള്ള ഡീൽ എന്താണെന്ന് നമുക്കറിയില്ല. അനിയത്തിനെ വിളിച്ചു പറഞ്ഞു, അമ്മേനെയും മക്കളെയും കൊണ്ട് അവിടെ നിന്ന് മാറിക്കോന്ന് പറഞ്ഞു. കാരണം അവർ പറയുന്നുണ്ട് ഇല്ലെങ്കിൽ നാട്ടിൽ പോകണം, അവരെ കൊണ്ടുവരണം, എങ്ങനെ അവർക്ക് അച്ഛനെ ഇവിടെ എത്തിക്കണം, അതാണ് അവർ തമ്മിലുള്ള ഡീല്. ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം, അതിനകത്ത് ഈ പറയുന്ന പീഡന പരാതിയായിട്ട് ബന്ധപ്പെട്ട് അരുൺ എന്ന് പറയുന്ന വ്യക്തിയെ ബാംഗ്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റൊരു വ്യക്തിയുടെ പ്രധാന തന്ത്രിയായിട്ടുള്ള ഉണ്ണി ദാമോദരൻ എന്ന് പറയുന്ന വ്യക്തി ഒളിവിലാണ്. ആ ഒളിവിലായിട്ടുള്ള വ്യക്തിയുടെ മകളാണ് ഈ പ്രസ് മീറ്റ് സംഘടിപ്പിച്ചതെന്ന് പറയുന്നത്. മറ്റൊരു ബന്ധം എന്ന് പറയുന്നത് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ഇവരുടെ സഹോദരിയുടെ ഭർത്താവാണ്. അതായത് ഇവർ അമ്മായിച്ചൻ മരുമോൻ റിലേഷനാണ്, ബന്ധമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ രണ്ടുപേരും ഒരു സ്ത്രീയിലേക്ക് എങ്ങനെ ആകർഷിക്കപ്പെട്ടു, ഒന്നിച്ചു പോയി, ഇങ്ങനത്തുള്ള കാര്യങ്ങൾ കണക്ഷൻ വേറെ രീതിക്ക് പോകുന്നതാണ്. അതിനകത്ത് സംശയങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഈ പറയുന്നത് ഹണി ട്രാപ്പ് പോലുള്ള കാര്യങ്ങൾ മേ ബി ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചാറ്റിനെ കുറിച്ച് ഇവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ പറയുന്ന കണക്ക് ആ ലേഡി ഇട്ടിട്ടുള്ള അല്ലെങ്കിൽ അയച്ചിട്ടുള്ള മെസ്സേജൊക്കെ ഡിലീറ്റ് ആക്കിയിട്ട് ഇവരത് മാത്രം അതും പോട്ടെ എന്ന് വയ്ക്കാം. പക്ഷേ ഈ വോയിസ് റെക്കോർഡ് കൃത്യമായിട്ടുണ്ടല്ലോ. ഈ റൂമിലേക്ക് ഒരു റൂം എടുക്കാം ഇങ്ങനെ പറയുന്നത് ഈ അരുൺ എന്ന് പറയുന്ന വ്യക്തിയുടെ അല്ലാതെ ആരുടെ ആണെന്നോ ഇതെങ്ങനെയാണെന്നോ കൃത്യമായിട്ട് ഇവർ ഇതിനെക്കുറിച്ച് യാതൊന്നും പറയുന്നില്ല. ആകെ ഈ ഒരു പ്രസ് മീറ്റിൽ അവർ പറയുന്നത് ഇവരുടെ കുടുംബാംഗങ്ങളായിട്ടുള്ള കുറേ അധികം ആൾക്കാരുടെ ഫോട്ടോസ് കൊണ്ടുവന്നിട്ട് ഇവരാണ് പ്രശ്നങ്ങൾക്ക് കാരണം, ഇവരാണ് സൂത്രധാരൻ, പിന്നെ എന്നെ ഈ പറയുന്ന കണക്ക് സഹോദരനെ പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് അവിടെ കൂടെ പോയിരുന്നു. അപ്പോൾ 2 കോടി രൂപ അവർ ഈ പറയുന്ന ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി അവിടുത്തെ പോലീസ് ചോദിച്ചിരുന്നു. ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ മാത്രം പറയുന്നതിലപ്പുറത്തേക്ക് അവിടെ പോലീസ് സംസാരിക്കുന്നതിൻ്റെ എന്തെങ്കിലും വോയിസോ റെക്കോർഡോ ഇതൊന്നും അവരുടെ കയ്യിലില്ല. അതിലപ്പുറത്തേക്ക് അവർ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കണക്ക് കുറേയധികം റെക്കോർഡ്സ് ഈ പറയുന്നത് പെൻഡ്രൈവിലാക്കി വെച്ചിട്ടുണ്ട്. വേണ്ടുള്ളവർക്ക് എടുക്കാൻ പറ്റും. ഇങ്ങനെയല്ലല്ലോ പറയണ്ട, അവർക്ക് അടക്കം ഒരു ചാനലുണ്ട്. അപ്പം ഇതിനകത്ത് വീഡിയോസ്, ഇതിൻ്റെ തെളിവുകളുണ്ടെങ്കിൽ അവർക്ക് തന്നെ അത് പബ്ലിഷ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. കാരണം കുറേ ആൾക്കാർ ഈ ഒരു യൂട്യൂബ് ചാനൽ തിരക്കി പോകുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഇതിനെ തേടി പോകുന്ന എത്ര പേരുണ്ട്, അവരുടെ ചാനലിനെ കുറിച്ച് വല്ലതും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. ഇങ്ങനെ തന്നെ അവർക്ക് പബ്ലിഷ് ചെയ്ത് അവരുടെ തെറ്റുകൾ ഇല്ലായ്മ ഉണ്ടെങ്കിൽ അത് ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിലപ്പുറത്തേക്ക് ഇവർ പറഞ്ഞു വെക്കുന്നത് ഒരു കുടുംബകലഹം മാത്രമാണ്. അവരുടെ ഈ പറയുന്ന അച്ഛൻ്റെ ആയിട്ടുള്ള ഈ പറയുന്ന അവരുടെ അച്ഛന് കൊടുത്തതാണ്, അച്ഛന് വേണ്ടി കൊടുത്തതാണ് ഈ ക്ഷേത്രത്തിൻ്റെ സംഭവങ്ങൾ. അതുകൊണ്ട് അച്ഛനാണ് എൻ്റെ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത്. ബാക്കിയുള്ളവർക്കൊക്കെ ഈ പറയുന്ന കണക്ക് അച്ഛന് ഉള്ള തീരുമാനം എന്ന് പറയുന്നത് കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് അത് നാട്ടുകാർക്കും കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന തരത്തിലാവണം എന്ന് ചിന്തിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് ഒരു ഡയാലിസിസ് സെൻ്ററൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. അവിടുന്ന് തുടങ്ങിയ കുടുംബ പ്രശ്നമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. മേ ബി ചിലപ്പോൾ അങ്ങനെ ആവാം, അതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിൽ പോകാൻ പറ്റുന്നതായിരിക്കും. കുടുംബകലഹങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഇതല്ല ഇവിടുത്തെ കോമഡി എന്ന് പറയുന്നത്. ഇത്രയധികം ലക്ഷക്കണക്കിന് ആൾക്കാർ വെളിയിൽ നിന്നും ഈ പറഞ്ഞ കേരളത്തിൻ്റെ അകത്തു നിന്നും ലക്ഷങ്ങളും മറ്റും മുടക്കിയൊക്കെ അല്ലെങ്കിൽ ആയിരങ്ങൾ മുടക്കി ഇവിടെ പൂജയ്ക്ക് വരുന്നത് സ്വന്തം കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഇട്ടെറിഞ്ഞു പോയിട്ട് തിരിച്ചു വരവ് അല്ലെങ്കിൽ ഈ പറയുന്ന കുടുംബകലഹങ്ങളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി ഇവിടെ വന്ന് ഇത്രയും വലിയ തുകയ്ക്ക് പൂജകളും മറ്റും ചെയ്തുകൊണ്ടിരുന്നപ്പം ആ പൂജയ്ക്ക് കാർമ്മികത്വം വഹിച്ചിരുന്ന ആൾക്കാർക്ക് സ്വന്തം കുടുംബ പ്രശ്നം പരിഹരിക്കാൻ പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥയാകുമ്പം ഇതിൽ എന്തുമാത്രം വിശ്വാസ്യതയാണ് ഉള്ളതെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അതിലപ്പുറത്തേക്ക് സ്വാഭാവികമായിട്ടും ഈ ഒരു വീഡിയോയ്ക്ക്, ഈ ഒരു പർട്ടിക്കുലർ വിഷയത്തിൻ്റെ വീഡിയോയ്ക്ക് താഴെ ഏതൊരു ചാനലിൽ വന്നതായാലും അവിടുത്തെ കമൻ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു 1000 കമൻറ്റ് വന്ന ഒരു ചാനലിലെ ഒരു വീഡിയോയ്ക്ക് താഴെ 1000 കമൻറ്റ് ഉണ്ടെങ്കിൽ അതിൽ പകുതിയിലധികം തട്ടിപ്പിൻ്റെ കഥകളാണ് പറയുന്നത്. അതായത് അവരെ കൃത്യമായിട്ട് തൊഴുവാൻ വേണ്ടി വരുന്ന സമയത്ത് അവരുടെ പ്രശ്നങ്ങളെ കൃത്യമായിട്ട് ചോദിച്ച് അതിലേക്ക് കുരുക്കി അവരെ കാര്യങ്ങൾ മുടക്കി ഇങ്ങനെ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി അവിടെ വന്നിട്ട് ഇതുവരെ തന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് 40,000 24,000 ഇങ്ങനെ കുറേ കണക്കുകളാണ് ഇവർ പറയുന്നതെന്ന് പറയുന്നത്. ജസ്റ്റ് എന്തെങ്കിലും ഒരു
കാര്യങ്ങൾ ചോദിക്കുക, അതിലേക്ക് കുഴപ്പത്തിലാക്കുക. അതിനുശേഷം ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ പരിഹാരം നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇത്ര രൂപയുടെ വഴിപാടെന്ന് പറഞ്ഞ് 7,000 24,000 രൂപയുടെയൊക്കെ വഴിപാട് റെസിപ്റ്റ് എഴുതി കൊടുത്തിട്ട് അവിടുന്ന് തടി ഊരി മുങ്ങി ഇനി അടുത്ത ദിവസം വരാമെന്ന് പറഞ്ഞു എത്രയോ പേരുടെ കമന്റ് സെക്ഷനിൽ കാണാൻ പറ്റുന്നുണ്ട്. അതിലപ്പുറത്തേക്ക് ഇതെല്ലാം ചെയ്തിട്ടും ഒരു പ്രശ്നപരിഹാരവും ഇതുവരെ കിട്ടാത്തതായിട്ട് പറയപ്പെടുന്ന ഒരുപാട് പേര്. അപ്പൊ ഇതിൽ നിന്നൊക്കെ മൊത്തത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഈ മനുഷ്യരെ ഊറ്റിപ്പിഴിഞ്ഞ് ജീവിക്കുക എന്ന് പറയുന്ന പരിപാടി. അതിലപ്പുറത്തേക്ക് പൈസ ഇല്ല എന്ന് പറയുന്ന ആൾക്കാരെ പുച്ഛിച്ച് തള്ളുന്ന തരത്തിലേക്കുള്ള പ്രതികരണമാണ് ഇവരുടെ പക്കൽ നിന്ന് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത് എന്ന തരത്തിലുള്ള കമന്റുകൾ കാണാറുണ്ട്. അപ്പം ഇനി എങ്ങനെയൊക്കെ തരത്തിലായാലും പൊതുവെ എല്ലായിടത്തും നിന്ന് അന്വേഷിക്കുന്ന സമയത്ത് പറയപ്പെടുന്ന ഒരേ ഒരു പരമാർത്ഥം എന്ന് പറയുന്നത് വരുന്ന ആൾക്കാരെ കൃത്യമായിട്ട് ഈ പറയുന്ന ആയിരക്കണക്കിന് രൂപ വഴിപാടിന്റെ പേരിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിന്റെ പേരിൽ ഈടാക്കിയിരുന്നു. അപ്പം പല ആൾക്കാർക്കും പൈസ ഇല്ലാതെ കടം വാങ്ങിച്ചിട്ടോ ഇതിൽ പെട്ട ആൾക്കാരുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ഈ ഒറ്റ കാര്യം മതിയല്ലോ, ഇത് തട്ടിപ്പാണെന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട്. അതായത് സ്വന്തം അത്രയും കഴിവുള്ള ആൾക്കാരാണെങ്കിൽ ആദ്യം സ്വന്തം കുടുംബത്തിലെ പ്രശ്നം പരിഹരിക്കുക. അതിപ്പം ഇത്രയും പബ്ലിക്കിന്റെ ഇടയിലേക്ക് വലിച്ചിഴക്കപ്പെടേണ്ട കാര്യമില്ലായിരുന്നല്ലോ, അങ്ങനെ കഴിവുള്ള ആൾക്കാരായിരുന്നെങ്കിൽ. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരിലേക്ക് ഈ പറയുന്ന സ്വന്തം കുടുംബത്തിലെ കാര്യങ്ങളുമായിട്ട് ചെല്ലുന്ന സാധാരണക്കാരെ വേണ്ടേ പറയാൻ. നമുക്കൊക്കെ വിശ്വാസങ്ങൾ എന്ന് പറയുന്ന ഒരു കാര്യമാവാം, പക്ഷെ അന്ധവിശ്വാസങ്ങളിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ്. ചില ദൈവങ്ങളോട് അല്ലെങ്കിൽ ചില പ്രതിഷ്ഠകളോട് ആ പ്രതിഷ്ഠയ്ക്ക് കൂടുതൽ ശക്തി ഉണ്ടെന്നോ അല്ലെങ്കിൽ ആ ദൈവത്തിനോട് പ്രാർത്ഥിച്ചാൽ നമുക്ക് പെട്ടെന്ന് കാര്യസാധ്യം നടക്കുന്നു എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയോ ചെയ്തു. അത് നമ്മുടെ മനസ്സും ആ ദൈവവുമായിട്ടുള്ള സങ്കല്പമാണ്. അതിലപ്പുറത്തേക്ക് അവിടെ ഇത്ര രൂപ കൊടുത്താൽ മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നടക്കൂ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു ലോജിക്കെങ്കിലും വേണ്ടേ. അവിടെ വന്നിരിക്കുന്ന ദൈവത്തിന് ഈ 10,000-ന്റെ 20,000-ന്റെ ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും സ്വർണ്ണക്കട്ടി നമ്മൾ കൊടുത്താൽ അതെടുത്ത് അണിഞ്ഞുകൊണ്ടിരിക്കുന്ന നമുക്കറിയാം ആ വിഗ്രഹങ്ങളിൽ ഇവരായിട്ട് ചാർത്തുന്ന ഈ പറയുന്ന ആഭരണങ്ങളുണ്ട്. അതിലപ്പുറത്തേക്ക് ആ ദൈവം ഉടുത്തൊരുങ്ങി ഒരിടത്തും നടക്കുന്നില്ല, ഇത് നമുക്കറിയാം. പക്ഷെ ആ ദൈവത്തിൽ ഒരു ചൈതന്യം കൂടി കൊള്ളുന്നു. ഇതാണ് നമ്മുടെയൊക്കെ വിശ്വാസം. ആ ചൈതന്യം നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് കൃത്യം നമ്മളിൽ നന്മയുണ്ടെങ്കിൽ നമ്മളിലേക്ക് പ്രതിഫലിക്കപ്പെടും. ഇത്രയും മാത്രമാണ് നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞത്. അതിലപ്പുറത്തേക്ക് ഏതൊരു പ്രപഞ്ചത്തിലെ ഈ ഒരു ശക്തിയെ നമ്മൾ പറയപ്പെടുന്ന കാര്യമില്ല. ഇപ്പം പൗലോ കോയിലോയുടെ കൃതി വായിച്ചവർക്ക് കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ്. നമ്മൾ ആഗ്രഹങ്ങൾ അതിശക്തമാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ പ്രകൃതി പോലും നമ്മുടെ കൂടെ നിൽക്കൂ എന്ന് പറയുന്ന സമയത്ത് ഇത് തന്നെയാണ് റിലേറ്റ് ചെയ്യപ്പെടുന്നത്. അതായത് പ്രകൃതി ശക്തി ദൈവവിശ്വാസമാണ് അല്ലെങ്കിൽ ദൈവമാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കണക്കാക്കാൻ പറ്റും. ഈ ഒരു സംഭവമാണ് നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ആ പോസിറ്റീവ് എനർജിയെ നമ്മൾ ദൈവം എന്ന് വിളിക്കപ്പെടുകയും ചെയ്യുന്നു. ഇത്രയുള്ള കാര്യം. അതിലപ്പുറത്തേക്ക് ഇത്ര രൂപ തന്നെ വന്നാലേ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കപ്പെടൂന്ന് എവിടെയെങ്കിലും പോകുന്ന സമയത്ത് അതിന് ഏത് മതവിശ്വാസത്തിൽപ്പെട്ട ആൾക്കാരായാലും പറയുന്നുണ്ടെങ്കിൽ അവിടെ ചിന്തിക്കണം, നിങ്ങളെ കൃത്യമായിട്ട് നിങ്ങളുടെ വിശ്വാസങ്ങളെ അവർ ചൂഴ്ന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. ഒരു അമ്പലത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന നേർച്ച വഞ്ചികളിൽ പൈസ ഇട്ടിട്ട് തൊഴുതാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന പ്രതിഫലം ദൈവം തരൂ എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ആഴമണ്ടത്തരം എന്ന് പറയുന്നത്. നമ്മുടെ വിശ്വാസം അത്രയും പരിശുദ്ധമാണെങ്കിൽ ആ ദൈവത്തിന് നമുക്കും ഇടയിൽ സത്യം പറഞ്ഞാൽ ഒരു മീഡിയേറ്ററിന്റെ ആവശ്യം പോലും ഇല്ല. ഈ പറയുന്ന അമ്പലത്തിൽ നിൽക്കുന്ന ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നേരെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ ദൈവത്തിന്റെ പക്കൽ തന്നെ എത്തുക തന്നെ. അത് ദൈവത്തിന്റെ അടുത്ത് പോയാലും നമ്മൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും ഇനി ദൈവത്തിന്റെ ഒരു വിഗ്രഹമില്ല, നമ്മൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചാലും നമ്മുടെ മനസ്സിൽ ദൈവം കുടിയിരിപ്പുണ്ടെങ്കിൽ ആ മനസ്സ് അത്രയും പവിത്രമാണെങ്കിൽ അത് അവിടെ എത്തുക തന്നെ ചെയ്യും. ഇതാണ് വിശ്വാസത്തിന്റെ രീതി എന്ന് പറയുന്നത്. അതിലപ്പുറത്തേക്ക് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ഇത്രയും ആൾക്കാരുടെ ഈ ശാപം എന്ന് പറയുന്നൊരു കാര്യമായിരിക്കും ഒരു പക്ഷേ ഇങ്ങനെ തിരിഞ്ഞടിച്ച് ഈ മണ്ടയ്ക്ക് വീണിരിക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പം കിട്ടിയ ഇത്രയും ഊറ്റിയെടുത്ത പൈസകളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി ഈ ശാപം ഏൽക്കാതിരിക്കാൻ വേണ്ടി ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനെ നമുക്ക് വേറൊരു രീതിക്ക് കണക്കാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ സ്വന്തം കുടുംബത്തിലെ പ്രശ്നങ്ങൾ ആദ്യം പരിഹരിക്കും. ഇനി ഒരു ഹണി ട്രാപ്പ് ആണെങ്കിൽ പോലും ഇതിൽ പോലീസിന്റെ ഇടപെടൽ ഉണ്ട്. 2 കോടി വേണമെന്നുണ്ടെങ്കിൽ അതിന് തെളിവൊക്കെ എത്രയോ തരത്തിൽ വീണ്ടും സംസാരിച്ച് ഇതിൻ്റെയൊക്കെ തെളിവ് സംഘടിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത്രയും തെളിവ് നിരത്തുന്ന ഫോട്ടോ അടക്കം തെളിവ് നിരത്തുന്ന ഇങ്ങനെ ഭയങ്കര സംഭവമായിട്ട് സംസാരിക്കുന്ന ആൾക്കാർക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതിലപ്പുറത്തേക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ എല്ലാവരെയും കുഴപ്പത്തിലാക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ കുഴപ്പത്തിലാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആ വോയിസ് റെക്കോർഡ് തന്നെയാണ്. അപ്പോൾ ആ വോയിസ് റെക്കോർഡ് അരുണിന്റെ അല്ല മറ്റാരുടെ ആണെങ്കിൽ അതാണ് ഫസ്റ്റ് തെളിയിക്കപ്പെടേണ്ടതെന്ന് പറയുന്നത്. എന്നിട്ട് ഇവർക്ക് തന്നെ മറ്റു കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പെൻഡ്രൈവിലൊക്കെ വീഡിയോസ് അടക്കം തെളിവുകൾ ഉണ്ടെങ്കിൽ അത് അവർക്ക് തന്നെ അവരുടെ ചാനലിൽ കൂടി പബ്ലിഷ് ചെയ്ത് മറ്റുള്ള ചാനലിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആൾക്കാരിലേക്ക് സത്യാവസ്ഥ എത്തും, യാതൊരു വിധത്തിലുള്ള കുഴപ്പവും ഉണ്ടാവാനുള്ള ചാൻസും ഇല്ല. ഈ പറയുന്നതാണെങ്കിൽ അതിലപ്പുറത്തേക്ക് സ്വാഭാവികമായിട്ടും ഈ ഉപദ്രവിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് പറയുന്ന സമയത്ത് നമ്മൾ വെറുതെ കൈയും കെട്ടി നോക്കിയിരിക്കുന്നില്ലല്ലോ, പോലീസിൽ കേസ് കൊടുക്കുക തന്നെ ചെയ്യും. അതിന്റെ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഹാജരാക്കി കഴിഞ്ഞാൽ അത് മീഡിയയ്ക്ക് മുന്നിലേക്ക് ഇട്ടത് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവവിശ്വാസികളായിട്ടുള്ള ആൾക്കാരിലേക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന സമയത്ത് വിശ്വസിക്കാനുള്ള ഒരു ഇടയുണ്ട്. അതിലപ്പുറത്തേക്ക് വന്ന് വായ്ത്താളം മാത്രം അടിച്ചുകൊണ്ട് കുറേയധികം ഫോട്ടോസ് കാണിച്ച് ഇവരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളും വിശ്വസിക്കത്തില്ല. അതിലപ്പുറത്തേക്ക് ഹോസ്പിറ്റലിൽ കിടന്ന് ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഇത് ഞാൻ അങ്ങനെ അവർ ഉപദ്രവിച്ചപ്പോൾ കിടന്ന ഫോട്ടോ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ കിടക്കുന്ന എത്രയോ ഇന്നത്തെ കാലത്ത് നമ്മൾ സെൽഫിയും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണ്, ഒരുപാട് കാര്യങ്ങൾ എടുക്കുന്നതാണ്, നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് എടുപ്പിക്കുന്നതാണ്. അങ്ങനെയൊക്കെ നമ്മുടെ ഫോണിൽ ഒരുപാട് ഫോട്ടോസ് നമ്മൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്ന സമയത്തൊക്കെ എടുക്കപ്പെടുന്നുണ്ട്. അപ്പം വീണ്ടും വീണ്ടും തെറ്റിദ്ധാരണകൾ കൂടത്തേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനുള്ള മറുപടി ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വോയിസ് റെക്കോർഡ് ആരുടെ ആണെന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ആൾക്കാരിലേക്ക് എത്തിക്കുക. അതിലപ്പുറത്തേക്ക് ഈ പറയുന്നത് നമുക്ക് പെൻഡ്രൈവിൽ എന്തൊക്കെയോ വീഡിയോസ് ഉണ്ടെന്ന് പറയുന്നത് സ്വന്തം ചാനലിൽ കൂടി തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇത്രയും കാര്യങ്ങൾ വരുന്ന സമയത്ത് തന്നെ ഇതിലൊരു ക്ലാരിറ്റി കിട്ടും, ബാക്കി എല്ലാ കാര്യങ്ങളും കിട്ടും. അതല്ല ഈ പറയുന്ന ഹണി ട്രാപ്പിൽ ഈ ഒരു സ്ത്രീയെ വെച്ചുകൊണ്ട് മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോയി സംസാരിപ്പിച്ച് ഒറിജിനൽ സംസാരം തന്നെയാണെന്നുണ്ടെങ്കിൽ അത് അവരുടെ പ്രശ്നം തന്നെയാണ് സ്വാഭാവികമായിട്ടും. അങ്ങനെ ഒരു സ്ത്രീയുമായിട്ട് ഇത്തരത്തിലൊരു റിലേഷനിലേക്ക് പോയി ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ സ്വഭാവ ദൂഷ്യം തന്നെയാണ്. ഇങ്ങനെ സ്വഭാവ ദൂഷ്യമുള്ളവർ ക്ഷേത്രത്തിന്റെ അകത്ത് പ്രവേശിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ പരിശുദ്ധി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഇതിനെ മറ്റൊരു തരത്തിലേക്ക് കണക്കാക്കാനും ആൾക്കാർക്ക് പറ്റത്തില്ല. ഇത്രയും രൂപ പിഴിഞ്ഞെടുത്ത് തന്നെയാണ് ഈ ക്ഷേത്രം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതെന്ന് ഇത്രയും ആൾക്കാരുടെ കമന്റ് മാത്രം കേട്ടാൽ മതി. ഒരുപാട് ആൾക്കാരാണ് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഇതിന്റെയൊക്കെ അവസാനം ഇത് മാത്രമേ ഉള്ളൂ. കുടുംബ പ്രശ്നം പരിഹരിക്കാൻ പറ്റാത്തവർക്ക് എങ്ങനെയാണ് നാട്ടുകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നത്? അപ്പം ദൈവത്തിനെ കൃത്യമായിട്ട് അവിടെ ഒരു പ്രതിഷ്ഠയാക്കി വെച്ചുകൊണ്ട് കച്ചവടം നടത്തുക തന്നെയല്ലായിരുന്നോ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ ദൈവം തന്നെ തിരിച്ചടി തരിക തന്നെ ചെയ്യും സ്വാഭാവികമായിട്ടും. അതല്ല ഇതിൽ ബാക്കി എന്തെങ്കിലുമൊക്കെ സത്യാവസ്ഥ ഉണ്ടെങ്കിൽ ആ ദൈവം തന്നെ തെളിയിക്കട്ടെ.